നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു, ഈയിടെയായി ടി വിയിൽ ഒരു ചാനലിൽ ഒരു ഡിബേറ്റ് കണ്ടു. അതിൽ ഹിജാബ് പ്രശ്നമാണ് വിഷയം. അതിനോടനുബന്ധിച്ച് ഒരാൾ ചോദിക്കുന്നു, ഒരു ഹിന്ദു കുറി തൊട്ടിട്ട് ക്ഷേത്രത്തിൽ വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അല്ലെങ്കിൽ കറുത്ത മുണ്ടുടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. പലരും പല ഉത്തരങ്ങളും പറയുന്നു. യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കാവുന്നതാണോ, അംഗീകരിക്കാൻ പാടില്ലാത്തതാണോ? ഇവിടെ ഹൈന്ദവ ആചാരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ശ്രുതി വിഭാഗത്തിൽപ്പെട്ടതല്ല. ആചാരങ്ങൾ ഓരോ കാരണങ്ങൾ കൊണ്ട് വന്നതാണ്. കറുത്ത മുണ്ടെടുക്കുക എന്നുള്ളതിന് ശബരിമലയിൽ പോകുമ്പോൾ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇപ്പോൾ ഒരു വീടുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ ഇത് സ്വാമിയാണ് എന്നറിയിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ചിലപ്പോൾ ആൾക്കാർ രാവിലെ കുളിച്ചിട്ടുണ്ടാവില്ല, ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ആണെങ്കിൽ എങ്ങനെയാണ് സ്വാമിക്ക് ചായ കൊടുക്കുക? നമ്മൾ കുളിക്കാതെയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നെ തോന്നലുണ്ടാവുകയും പറയുകയും ചെയ്യാം, ക്ഷമിക്കണം, ഇവിടെ ആരും കുളിച്ചിട്ടില്ല, അതുകൊണ്ട് ചായ ഉണ്ടാക്കി തരാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് മാറി നിൽക്കാം, കാണാതെ കണ്ട്. ഇങ്ങനെയുള്ള ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേമാതിരി ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും തിരക്കുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടി തൊടാതിരിക്കില്ല. അപ്പോൾ അത് കണ്ട് മറ്റുള്ളവർക്ക് മാറി നിൽക്കുവാനുള്ള ഒരവസരം, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാറാതെ നമ്മൾ ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊന്ന് ഈ മുദ്ര മാത്രമാണ്. മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ പോയി വന്നതിന് ശേഷമേ അത് ഊരിക്കളയാവൂ, ഊരി മാറ്റി വയ്ക്കാവൂ. പിന്നെ കുറി തൊടുക എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല, മതപരമായിട്ട് ബന്ധമൊന്നുമില്ല ഇതിന്. അത് പ്രസാദം തൊടുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് രാവിലെ കുളി കഴിഞ്ഞാൽ അത് ചെയ്യുന്നു, രാത്രി കുളി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തും അത് ചെയ്യുന്നു, സന്ധ്യയ്ക്ക്. അതിപ്പോൾ ഈ വാഹനത്തിലൊക്കെ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഹെൽമെറ്റൊക്കെ വെച്ച് അവിടെ വെച്ച് വിളിക്കാം, അത് മാഞ്ഞു പോവുകയും ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല. മാത്രവുമല്ല, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രത്യേകത, എവിടെയാണോ ചെന്നത് അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ്. നമുക്ക് ദോഷമില്ലാത്തതാണെങ്കിൽ, നമ്മൾ കണ്ടില്ലേ, ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചെരുപ്പ് പുറത്ത് വയ്ക്കുക, ശരി, പുറത്ത് വയ്ക്കാം. ചില സ്ഥലങ്ങളിൽ അത് ഉണ്ടാവില്ല, ചെരുപ്പിട്ടകത്ത് കയറാം, എങ്കിലും അങ്ങനെയാകാം, ഒരു കുഴപ്പമില്ല. എങ്ങനെയാണോ അങ്ങനെ ഏത് സാഹചര്യത്തെയും സ്വീകരിക്കാൻ പാകത്തിലുള്ളതാണ് നമ്മുടെ സംസ്കാരം, മാനസികമായിട്ടുള്ളതാണ്. ഇപ്പം ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോയത് കൊണ്ടോ യാഗം നടത്തിയത് കൊണ്ടോ ഒന്നും എന്നെ പ്രാപിക്കാൻ കഴിയില്ല. ഭക്തി വേണം. ഭക്തി മനസ്സിലാണ്, ബാഹ്യമായ പ്രകടനങ്ങളിലല്ല ഭക്തി കിടക്കുന്നത്. എല്ലാവരും കാണുക പ്രാർത്ഥിക്കുകയോ എല്ലാവരും കാണിച്ചുകൊണ്ട് എൻ്റെ മതപരമായ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് ഭക്തിയുടെ ലക്ഷണമൊന്നുമല്ല, അത് മതത്തിൻ്റെ ലക്ഷണമാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന മതമല്ല, അത് ധർമ്മമാണ്. ധർമ്മത്തിൽ ഇങ്ങനെ ബാഹ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യമില്ല, ആന്തരികമാണ് എല്ലാം. ശബരിമലയിൽ പോകണമെങ്കിൽ ഒരാളിപ്പോൾ കറുത്ത മുണ്ടെടുക്കുന്നില്ല, വേണ്ട, യാതൊരു നിർബന്ധവുമില്ല. ഞാൻ 10-22 പ്രാവശ്യം തുടർച്ചയായിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് പകുതി ഭാഗവും ഞാൻ പോയത് കാവി മുണ്ടെടുത്തുകൊണ്ടാണ്. ഖാദിയിൽ നിന്ന് നല്ല മുണ്ട് വാങ്ങിക്കും, അതെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മറ്റു വെളുത്ത മുണ്ടെടുത്തിട്ട് പോയിട്ടുണ്ട്. പുതിയൊരു മുണ്ടുണ്ടെങ്കിൽ ഇപ്പം എന്തിനാ കറുത്ത ഇതാവാലോ എന്ന് എഴുതിയിട്ട്. ശബരിമല ദർശനം കിട്ടാതെ വന്നിട്ടില്ല, അതാരും ശ്രദ്ധിക്കുന്നുമില്ല. നമ്മൾ കയറി പോകുന്ന സമയത്ത് ഭൂരിഭാഗവും കറുപ്പായിരിക്കും, എന്നാൽ അതിന് വ്യത്യസ്തമായിക്കൊണ്ട് മഞ്ഞ ട്രൗസറൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരെ എത്രയോ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാഹ്യമായ ആചാരങ്ങളിലല്ല, ആന്തരികമായ മാനസികമായിട്ടുള്ള നിലപാടുകളിലാണ് പ്രാധാന്യം. അപ്പോൾ
ഏതൊരു സ്ഥലത്താണോ ചെല്ലുന്നത് നമുക്കത് ചോദിക്കാം, അവിടെ യൂണിഫോം ഉണ്ടോ സ്കൂളിൽ? ഓക്കെ, അത് ഏത് യൂണിഫോം ആയാലും വേണ്ടില്ല, അവിടുത്തെ നിയമം എന്തോ ആകാം, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഭാരതീയ സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത. മാത്രവുമല്ല, എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറയാനും ഒരുത്തിന് അവകാശമുണ്ട്. ഞാൻ നിരീശ്വരവാദിയാണ്, ആയിക്കോ, ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, നട്ടുച്ചയ്ക്ക് ഇപ്പം രാത്രിയാണ് ഒരാൾ പറയാച്ചെങ്കിൽ പറഞ്ഞോ, നീ രാത്രിയാണ് എന്ന് പറഞ്ഞ കാരണം രാത്രിയാവുമോ? നട്ടുച്ചയ്ക്ക് ഇല്ലല്ലോ. എന്ന് പറഞ്ഞ മാതിരി ഒരാൾ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് വെച്ച് അതില്ലാതാകുമോ? ഇല്ല. ഇങ്ങനൊരു ചിന്താഗതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് നിരീശ്വരവാദം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും ഭാരതീയ സംസ്കാരം അംഗീകരിച്ചിട്ടുള്ളത്. ഈ നിരീശ്വരവാദവും ഭക്തിയാണ്. എങ്ങനെ? ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരില്ല? ഈശ്വരനില്ല. അപ്പോഴും ഈശ്വരൻ്റെ പേര് പറയണം, വേണ്ടേ? രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വെറുതെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവില്ല. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല. അപ്പം രാമനും കൃഷ്ണനും ആ പേര് ഉച്ചരിക്കണം. ആ പേര് എവിടുന്ന് കിട്ടി? പുരാണങ്ങളിൽ നിന്നും ഉപനിഷത്തുക്കളോ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ അതിൽ നിന്ന് കിട്ടിയ അപ്പം അതിനുണ്ടല്ലോ ആ പേര്. ഉണ്ട്. അതിനുള്ള പേരെങ്ങനെ വന്നു? രാമൻ്റെ സമകാലികനാണ് വാൽമീകി, കൃഷ്ണൻ്റെ സമകാലികനാണ് വ്യാസൻ. അവർ കണ്ടതല്ലേ പറയുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ ഇപ്പുറത്താവൊന്നും ഇല്ല എന്ന് വേണ്ട, നിങ്ങളില്ല എന്ന് വിശ്വസിച്ചുകൂടി, ഒരു കുഴപ്പമില്ല. നിങ്ങളില്ല എന്ന് വിശ്വസിച്ചതുകൊണ്ട് ഇവിടെ ഗീത ഉണ്ടാകാതിരിക്കുന്നില്ല, ഭാഗവതം ഉണ്ടാകാതിരിക്കുന്നില്ല, അത് പഠിക്കാതിരിക്കുന്നില്ല, കൃഷ്ണനെ പൂജിക്കാതിരിക്കുന്നില്ല, അല്ലേ? ഒരു ന്യൂനപക്ഷം വിപരീതമായിട്ട് അതുണ്ടാവുമല്ലോ. അച്ഛനെ ഉപദ്രവിക്കുന്ന എത്ര മക്കളുണ്ട്? അമ്മയെ ഉപദ്രവിക്കുന്ന എത്ര മക്കളുണ്ട്? ഉണ്ടല്ലോ ഇവിടെ. അപ്പം അതിന് സത്യത്തിന് വിരുദ്ധമായിട്ട് ചിലതൊക്കെ ഇവിടെ നടന്നു വരും. അത് അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചാണ്. അല്ലാതെ കണ്ട് ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ, ആന്തരികമായിട്ടുള്ള സമർപ്പണമല്ലാതെ ബാഹ്യമായ രൂപങ്ങളിൽ ഹൈന്ദവ സംസ്കാരം അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന എൻ്റെ സ്വകാര്യതയാണ്. രാവിലെ വൈകിട്ട് വിളക്ക് വെച്ച് സന്ധ്യാസമയത്ത്, രാവിലെ പ്രഭാത സന്ധ്യയിലും വൈകുന്നേരം പ്രദോഷ സന്ധ്യയിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ സ്വകാര്യതയാണ്. അത് എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ നടത്തുന്നത് ആരും അറിയുന്നില്ല, ആരെയും അറിയിക്കേണ്ട ആവശ്യവുമില്ല. ക്ഷേത്രത്തിൽ ഞാൻ പോകുന്നു, അതെൻ്റെ സ്വകാര്യതയാണ്. അത്രയേ ഉള്ളൂ. ഇത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമുള്ളതല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാണ്, ശരീരത്തിലല്ല. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എവിടെയാണോ ഉള്ളത്, എന്തിന് നമ്മൾ ഈ മതപഠന സ്കൂളുകളിൽ പോകുന്നു? അല്ലാതെ സ്കൂളുകൾ ഇവിടെ ഉണ്ടല്ലോ, അവിടെ പോയാൽ പോരെ. പഠിക്കണം എന്നുള്ളവർക്ക് എവിടെ വെച്ചാലും പഠിക്കാം, ഏത് സ്കൂളിലും പഠിക്കാം. സർക്കാർ സ്കൂളുകൾ ഇവിടെ ഉണ്ട്, അവിടെ പോകാം. അവിടെ തന്നെ പോകണം നിർബന്ധം എന്താണ്? ഒന്നുമില്ലല്ലോ. ഈ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ മതാചാരപ്രകാരം നടക്കുന്ന സ്കൂളിൽ തന്നെ പോയിക്കോളും. എന്താ ഇത്ര നിർബന്ധം? ഇല്ലല്ലോ. ഞാനങ്ങനെ സ്കൂളിലല്ല പഠിച്ചത്, എൻ്റെ മക്കളെയും അങ്ങനെയുള്ള സ്കൂളിലല്ല പഠിച്ചത്. സർക്കാർ സ്കൂളുകളിൽ തന്നെയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് എൻ്റെ 2 മക്കളെയും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും അവർക്കൊരു ദോഷവുമില്ല, അവരവരുടെ കാര്യത്തിനായി പോരെ. അത്യാവശ്യം ഭേദപ്പെട്ട ശമ്പളമുള്ള ജോലി ഉണ്ട്, അതുപോലെ. അപ്പം ഇന്ന സ്കൂളിൽ പഠിച്ചാലേ ഇതുണ്ടാവും എന്നൊന്നുമില്ല. അപ്പോൾ ചില വിശ്വാസ പ്രമാണങ്ങൾ ചില ആൾക്കാർക്കുണ്ട്, അന്ധമായ വിശ്വാസം. ഇവിടെ ഇങ്ങനെ ആയാലേ അത് നടക്കൂ, അങ്ങനെയൊന്നുമില്ല, അല്ലേ? ഇപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ച ആൾക്കാർ 4-5 പേര് ഡോക്ടർമാരുണ്ട്. എൻ്റെ അറിവിൽ, ഞാൻ അറിവില്ലാത്ത എത്ര ഉണ്ടോ എനിക്കറിയില്ല, 4-5 പേരുണ്ട് ഡോക്ടർമാരുണ്ട് ഈ സ്കൂളിൽ പഠിച്ച ആൾക്കാർ തന്നെ. അവർ മാനേജ്മെൻറ്റ് സ്കൂളിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച് പോയവരൊന്നുമല്ല.
അപ്പം അതൊക്കെ ഒരു ചിന്താഗതി. പഠിക്കണം എന്നുള്ളവനെ എവിടെ വെച്ചാലും പഠിക്കാം. മനസ്സിലായില്ലേ? സംശയമുള്ള ചോദിക്കാമല്ലോ. ഏതധ്യാപകരാ സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാത്തത്? എല്ലാവരും പറഞ്ഞു കൊടുക്കും, യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സങ്കല്പത്തിനനുസരിച്ച് ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്ത സ്കൂളുകളിൽ പോകാതിരിക്കുക. നമുക്ക് സ്വാതന്ത്ര്യമാണ്. സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യമാണ്. അത് ബന്ധനത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, മോചനത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏത് അവസ്ഥയിൽ ചെന്നാലും അതിനെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ നമ്മുടെ സനാതനധർമ്മത്തിലുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. മേൽവസ്ത്രം, കുപ്പായം ഇട്ടുകൊണ്ട് പോകണം, ഈ കുപ്പായം അഴിച്ചു വെക്കുന്ന സമ്പ്രദായം ഒഴിവാക്കണം എന്നൊക്കെ വാദമുണ്ട്. കുപ്പായം ഇട്ടു പോകേണ്ട ക്ഷേത്രങ്ങളിൽ അങ്ങനെ പോകാം. പാലക്കാട് ജില്ലകളിൽ പല ക്ഷേത്രങ്ങളിലും കുപ്പായം ഇട്ടുകൊണ്ട് പോകാം. ഇനി അത് ഇടാൻ പറ്റാത്തതിൽ അങ്ങനെ പോവുക, എങ്ങനെയായാലും ഒരു കുഴപ്പവുമില്ല. ഒരു കാരണമുണ്ടല്ലോ, ഭക്തിയാണ് പ്രധാനം. കുപ്പായം ഇട്ടു പോയാലും കുപ്പായം ഇടാതെ പോയാലും മേൽവസ്ത്രം മാത്രം ധരിച്ചു പോയാലും ഭക്തിയാണ് പ്രാധാന്യം, അല്ലേ? ഇപ്പം ഞാൻ കുപ്പായം ഇട്ടു പോകുന്നതിനെ എതിർത്തുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആർക്കെങ്കിലും ദോഷമുണ്ടോ? ദോഷമുണ്ടെങ്കിൽ ശരി, ദോഷമില്ലെങ്കിൽ പിന്നെ എന്തിനു മാറ്റണം? ഈ ഒരു ചോദ്യമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാ കമ്മിറ്റിക്കാരും തീരുമാനിച്ചു കുപ്പായിട്ടിട്ട് പോകാൻ എല്ലാ ക്ഷേത്രങ്ങളും. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ. പക്ഷെ ഞാൻ കുപ്പായ അഴിച്ചു പോയാൽ ചോദ്യം ചെയ്യാൻ വരരുത്. അങ്ങനെയുണ്ട്. കുപ്പായം ഇട്ടു പോകണം നിർബന്ധം, അത് പാടില്ല. കുപ്പായം ഇട്ട് കൊണ്ടവർക്ക് പോകാം, ഇടാതെ കൊണ്ടവർക്ക് അങ്ങനെയാകാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ കുപ്പായം ഇട്ടിട്ട് പോകാമെന്ന നിയമം ഉണ്ടായാലും ഞാൻ കുപ്പായം അഴിച്ചിട്ടാണ് പോകുന്നത് വിചാരിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കുപ്പായം ഇട്ടിട്ടേ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല. അവിടെ ഒരു സ്വാതന്ത്ര്യം വേണം, അത്രയേ ഉള്ളൂ. കാരണം നമ്മളുടെ ഇഷ്ടമാണ്, നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ്. വീട്ടിലെത്തി അവിടുന്ന് കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ഉടുത്തിട്ട് ശരീരദേഹാഭിമാനമില്ലാതെ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് ഓരോരുത്തരുടെ അവകാശമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പരമമായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക. മനസ്സിലായോ? ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ബന്ധനത്തിലേക്കുള്ള സ്വാതന്ത്ര്യമല്ല, ഞാൻ ബന്ധിക്കപ്പെടണം എന്ന സ്വാതന്ത്ര്യമല്ല, ബന്ധനത്തിൽ നിന്ന് മോചിതനാകണം എന്ന സ്വാതന്ത്ര്യം. ഇതാണ്. അപ്പോൾ ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. എവിടെ ചെന്നാലും അവിടുത്തെ നിയമം അനുസരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത്രയാണ്. നന്ദി, നമസ്കാരം.